മഞ്ജുഷ ഭവനത്തിൽ മഞ്ജുഷ രാജശേഖരൻ അവളെ കല്യാണം കഴിച്ചു വിട്ടിട്ട് എത്ര നാളായടാ? ഇങ്ങോട്ട് വന്ന് എനിക്ക് പണിയൊന്നും ഇങ്ങോട്ട് വാളിയാ. ഞാൻ പറയട്ടെ അമ്മോ, അമ്മു കുറച്ച് താറാമുട്ടയാ ശേഖരപ്പൂവിന് കൊടുത്തേക്ക്. ഞാൻ വെച്ചോളാം ചേച്ചി. അളിയ, നീ ഒരു കാര്യം മനസ്സിലാക്കി. ഈ പ്രേമിച്ച പെണ്ണിന്റെ വീട്ടിൽ കയറത്തിൽ നീ ഞാനൊരു കടുത്ത തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ പഞ്ചായത്തിലെ ഒരു വീട്ടിൽ കേബിൾ കണക്ഷൻ കാണത്തില്ല അളിയ. മനസ്സിലായോ? അപ്പൊ ഇങ്ങോട്ട് വന്ന് വേണ്ട ഇങ്ങോട്ട് പാടാ. എത്ര പ്രാവശ്യം ഇങ്ങനെ കേബിൾ കട്ട് ചെയ്യുന്നു? മനുഷ്യന് ജീവിക്കാൻ ഒതുക്കില്ല. ആരും മനഃപൂർവ്വം ചെയ്യുന്നത്. അയ്യോ, പുതിയ കണ്ടുപിടുത്ത. പക്ഷെ പണി കൊടുക്കും ഞാൻ. അമ്പി ആ ചായ സുഖണോ? നടക്കുന്നേ ചോദിക്കാം. മുഖത്തെ ചമ്മലൊക്കെ ഒന്ന് മാറ്റിക്കുന്നേ. ആ മോളിവിടെ ഉണ്ടായിരുന്നു. സുഖമല്ലേ? എടാ നിന്റെ കൂടെ പഠിച്ചല്ലേ? കണ്ടാ കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്നത് കണ്ടു പടി. ഇവിടെ ഒരുത്ത ഞായറാഴ്ച സപ്ലി നോക്കി നടക്കുന്നു. അല്ല, അമ്മ ഒന്ന് ഹോട്ടലൊന്നും തുറന്നില്ലേ? ഹോട്ടലല്ല, കഫേ, ആർട്ട് കഫേ. ഓ, ഹോട്ടൽ പൊട്ടിയോ? എന്തായി അമ്മുവിന്റെ കല്യാണാലോചന? എന്റെ ആലോചനയല്ലല്ലോ ഇവിടുത്തെ ആഭ്യന്തര പ്രശ്നം. കെട്ടിയിട്ട് ഇപ്പൊ എന്തിനാ? കുറെ പേർക്ക് ഞങ്ങളെ കുടുംബമാണ് പ്രശ്നം. ആണുങ്ങൾ മാത്രമുള്ള വീട്ടിലേക്ക് പെൺകൊച്ചിനെ കെട്ടിച്ചുവിടാൻ ചിലർക്ക് മടിയാ. ഞങ്ങൾ എന്താ അവരെ പിടിച്ച് വിഴുങ്ങോ? ഇല്ലല്ലോ. വീട്ടുകാർ റെഡിയാണെങ്കിലും ചില പെൺകുട്ടികൾക്കാണ് കുഴപ്പം. അതെ, അവർക്ക് ഭർത്താക്കന്മാരെ മാത്രമായിട്ട് വേണം. എന്നെ മനസ്സിലാക്കി, എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു പെൺകുട്ടി വരുമ്പോൾ ഞാൻ കല്യാണം കഴിക്കും. അല്ലാതെ എനിക്കിവിടെ ആരോടും ഇൻഫ്ലുവൻസ് ഒന്നുമില്ല. കണ്ടോ സീരിയലുണ്ട് ഇത്ര നല്ല ചെറുപ്പക്കാരി. ഇതാണ് ആഞ്ഞിനുമുട്ട് തറവാട്ടിലെ പയ്യൻ. കുടുംബം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ചിറ്റപ്പന. ഇല്ലടാ പോയാ. അവസാനം എങ്ങനെ വരുമെന്ന് അറിയാവുന്നോണ്ടാ നേരത്തെ രാജ്കുമാറിനോട് ഒരു കല്യാണം കഴിക്കാൻ പറഞ്ഞത്. അലമ്പേ, നിനക്കിത് എന്തിന്റെ കേടായിട്ടാ നീ കെട്ടാഞ്ഞത്? എന്റെ രാജശേഖരൻ കൊച്ചേട്ടാ, ഓ, സ്വാതന്ത്ര്യമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലുത്. അത് കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്കും ഈ ആഞ്ഞിലിമുട്ടിൽ അംബരീഷിനെ കെട്ടില്ല. ഇപ്പൊ തന്നെ രാജശേഖരൻ കൊച്ചന്റെ കാര്യത്തെ കല്യാണത്തിന് മുമ്പ് എന്ത് ഹാപ്പി ആയിട്ടാ ജീവിച്ചേ അല്ലേ? എന്നിട്ട് ഇപ്പൊ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? അതാ ഞാൻ പറഞ്ഞു. ആ അതാണ് കുളത്തില മോളെ ഭർത്താവ്. ഓ സാരല്ല, അതൊക്കെ മാറിക്കോളാം കേട്ടോ. കൊച്ചേട്ടാ ഓട്ടെ. ശരി. അല്ല നിങ്ങൾക്ക് ഇപ്പൊ എന്താ കുഴപ്പം? എനിക്കെന്ത് കുഴപ്പം? അല്ല കല്യാണത്തിന് മുന്നേ നിങ്ങൾ എങ്ങനെ നടന്നതാ? ഞാനെന്ത് പറഞ്ഞു? അമ്പി പറഞ്ഞതിന് നിങ്ങൾ എന്താ മറുപടി പറയാത്തെ? അമ്പിയല്ലേ പറഞ്ഞത്, ഞാനെന്ത് പറഞ്ഞു? വെളുക്കുമ്പോ മുറ്റത്തോട്ടാണ് പറഞ്ഞിരുന്നത്. മോളെ ഒന്ന്